തങ്ങൾ ചൊല്ലുന്നു മൻ സർറഹു അൻ യൻദുറ ഇലാ യൗമിൽ ഖിയാമത്തി റഅയൽ ഐൻ ഫല്യഖറ ഇദശംസു കുവ്വിറത് ഇദാ വഖഅത്തിൽ വാഖിയത്തുൽ സൂറത്ത് നിങ്ങൾ തുടങ്ങിയായിട്ട് ഖിയാമത്തിനാൽ സംഭവിക്കരുത് സംഭവിച്ചു പോയേണ്ടെങ്കിൽ ലൈസ ലി വഖഅതിഹാ കാദിബ ആ സംഭവിക്കുന്നതിരെ കളവാക്കൊണുകൂ ഇല്ല അത് സംഭവിക്കില്ല ചെന്നിട്ടു ആര് ചൊല്ലണ്ടെങ്കിലും അവനുകൂ അതിൽ നിഷേധിക്കുക സാധ്യമേ ഇല്ല. അതായിട്ട് ഖുർആൻ സ്റ്റാർട്ടിങ്ങിൽ ചെന്ന് വെച്ച് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തേക്ക് ഖിയാമത്തിനാല് ലൈവായിട്ട് കാണണോ ചെന്നിട്ട് ആശങ്കയുണ്ടായെങ്കിൽ മൻ സർറഹു അൻ യൻദുറ ഇലാ യൗമിൽ ഖിയാമത്തി കഅന്നഹു റഅയ ഐൻ ലൈവായിട്ട് കൊടുത്ത ഖിയാമത്തിനാല് കാണണോ ചെന്നിട്ട് ആശങ്കയുണ്ടായെങ്കിൽ ഫല്യഖറ ഇദശംസു കുവ്വിറത് സൂറത്ത് തക്വീർ അവൻ ഓതത്ത് ചെന്നിട്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്ത് തക്വീർ ഓതിയുണ്ടായെങ്കിൽ ലൈവായിട്ട് ഖിയാമത്തിനാലിന് സംഭവിക്കരുത് എങ്ങനെ ചെന്നിട്ട് അവന് കാണാൻ സാധ്യമാവും ചെന്നിട്ടായിട്ട്. യഥാർത്ഥത്തില് പരിശുദ്ധ ഖുർആൻ ഏതൊരു വിഷയം അങ്ങനെ ചൊല്ലുമ്പോഴത്തോ അത് അങ്ങനെ ഞങ്ങൾ വിശ്വാസിക്കണം. ഇതൊന്നും വെറുതെ ലാട്ടുപൊട്ടെന്തോ അല്ല ഖുർആൻ ചൊല്ലത്. കാരണം ചില ആൾമാർക്ക് കുറെ സയന്റിസ്റ്റുമാർ ചൊല്ലത് മാത്രമായിട്ട് വിശ്വാസം ഏതുപോലെ ചെന്നുണ്ടെങ്കിൽ ഈ നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തില് ഞങ്ങൾ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇത് ഹെൽത്തിന് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞങ്ങൾ റുക്കു പോകേണ്ടതും സുജൂദ് പോകേണ്ടതും ഞങ്ങളെ ബ്ലഡ് സർക്കുലേഷനുക്കുള്ളേ ഇതെല്ലാം ഡോക്ടർമാർ ചൊല്ല ഒരു വിഷയമായിട്ട് എന്നോടുത്ത ഇല്ല നിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഞാൻ നിസ്കരിക്കണ്ടെങ്കിൽ ഒരു കൂലി ഒന്നും കിട്ടല. അതേ സന്ദർഭത്തിൽ ചില ആൾമാർ ഐക്യവേനായിട്ട് ആ റുക്കു എല്ലാം കറക്റ്റ് ആയിട്ട് സുജൂദെല്ലാം കറക്റ്റ് ആയിട്ട് പടച്ചുറപ്പ് ചെന്നേക്ക് വേണ്ടിയിട്ടല്ല പിന്നെ ഹെൽത്ത് ക്ലിയറിംഗ് വേണ്ടിയിട്ടായിട്ട് അതിലൊരു പ്രയോജനം കിട്ടല. ഇതേപോലെ ആയിട്ട് പരിശുദ്ധ ഖുർആന്റെ ഏതോ ഭാഗം മാത്ര ഒരു സയന്റിസ്റ്റുമാർ കണ്ടുപിടിച്ച കാരണത്തില് അതൊരു വിഷയത്തിൽ വിശ്വാസം ചൊല്ലത് പിന്നൊരു വിഷയത്തിൽ വിശ്വാസം വയ്ക്കില്ല. ഇത് ഈമാന്റെ ഒരു ഭാഗമല്ല. ഖുർആൻ എന്തിനു ചൊന്ന അത് വിശ്വാസം വയ്ക്കണം. അവിടെ ഖുർആൻ ചൊല്ലുന്നെങ്കിൽ ഒരാൾക്ക് ഖിയാമത്തിനാല് ലൈവായിട്ട് കാണണമെന്ന് ചൊന്ന ആശയുണ്ടെങ്കിൽ അവനു സൂറത്ത് തക്വീർ ഓതിട്ട് ചൊന്നിട്ടായിട്ട് എന്തേ കാരണം എന്തേ ഈ സൂറത്ത് തക്വീറിൽ അല്ലാഹു തആല സർവലോക നാശാവിടെ മുന്നലുള്ളേ 6 വിഷയമായിട്ട് ഈ സൂറത്ത് തക്വീറിൽ അല്ലാഹു ചൊല്ല സർവലോകർക്ക് നാശാവൻ കൊണ്ടു ആ ലോക നാശാവിടെ 6 വിഷയവും അതേപോലെ സർവലോക നാശായൽ പിന്നല്ലേ 6 വിഷയവും അതിൽ പിന്നെ രക്ഷാശിക്ഷയും ഈ വിഷയമായിട്ട് സൂറത്ത് തക്വീറിൽ അല്ലാഹു ചൊല്ല. നോക്കൂ എന്തിനുണ്ട് ഇദശംസു കുവ്വിറത് وإذا النجوم انكدرت وإذا الجبال سيرت وإذا العشار عطلت وإذا الوحوش حشرت وإذا البحار سجرت ഈ 6 വിഷയമായിട്ട് ഖിയാമത്തിനാലാകുമ്പോഴത്തേക്കു ഖിയാമത്തിനാലിലെ കാണാൻ മുന്നിൽ നടക്കുന്ന ഒരു വിഷയമായിട്ട് ഇത് ലൈവായിട്ട് കാണുകയുള്ള വിഷയമായിട്ട് ആ ടൈമിൽ ഞങ്ങൾ ഇന്ത്യൻ ടൈമിൽ ഞങ്ങൾ കാണുക അല്ലണ്ടെങ്കില ഞങ്ങൾക്ക് വേണ്ട മക്കങ്ങ ഇത് കാണാണ്ടിരിക്കില്ല. ഇതിന്റെ ഖുർആൻ ചൊല്ലുന്നുണ്ടാ ഇദശംസു കുവ്വിറത് ഒരു നാല് ഈ കാണ്ട സൂര്യങ്ങ കത്തിക്കത്തിട്ട് തീരണം കൊണ്ടു ചെന്നിട്ടായിട്ട് അതൊരു വിശദീകരണം ചെല്ലാൻ ആകാശത്തുള്ള നക്ഷത്രങ്ങ സ്ഥാരങ്ങ ഇതെല്ലാം കീഴ്പോലാണ് കൊണ്ടു ചെന്നിട്ടായിട്ട് ഈ ഭൂമിയുടെ മേലുള്ള പർവ്വതങ്ങ മൗണ്ടങ്ങ ഇതെല്ലാം തട്ടിത്തരിപ്പണമാവണം കൊണ്ടു ചെന്നിട്ട് ഖുർആൻ ചൊല്ലു. തുമ്പ് ഗർഭിണിയായ വൻകിട നോക്കണു ആൽമാരിക്കാത്തൊരു കാല അങ്ങനത്തെ ഒരു സന്ദർഭം. അതേപോലെ കാട് മൃഗങ്ങ വന്യമൃഗങ്ങ പ്രായത്യ മൃഗങ്ങളായിട്ട് ഒട്ടിയെ കൂട്ടുന്ന സന്ദർഭം. അതേപോലെ കടലായ എല്ലാ കടലങ്ങവും കത്തറൊരു സന്ദർഭം. ഇതെല്ലാം ഖിയാമത്തിനാൾക്ക് മുന്നിൽ നടക്കുന്ന ഒരു വിഷയമായിട്ട് ഖുർആൻ ചൊല്ലുന്നു. ഈ എല്ലാ വിഷയത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ വിശദീകരിക്കുന്നു. അത് എങ്ങനെയാ ചെന്നിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു
സിത്തു ആയാത്തിൻ മിൻ ഖബ്ലി യൗമിൽ ഖിയാമ. 6 വിഷയ ഖിയാമത്ത് നാൾക്ക് മുന്നിൽ നടക്കുന്നത്. ബൈനമൻ നാസു ഫി അസ്വാഖിഹിം. ആൾമാരോട് ഇക്രാറ് കൊണ്ടുണ്ടാ ഖിയാമത്ത് നാൾക്ക് ഇങ്ങനെ കാത്തു നിൽക്കുന്ന ടൈം എന്തോ അല്ല ഖിയാമത്ത് നാൾ അവിടെ ആൾമാരെല്ലാവരും ടൗണിൽ ഇങ്ങനെ പർച്ചേസ് നിൽക്കാറ്. സാധാരണ ഇപ്പൊ നമുക്ക് കാണില്ല. ഇപ്പൊ പെരുന്നാളാകുമ്പത്തേക്ക് ഓരോ ഷോപ്പിൽ ഇങ്ങനെ നോണ്ടിട്ടും പുറത്താവുന്നതും അതേപോലെ ഓരോരുത്തർ അവരുടെ ബിസിനസ് ആയിട്ട് ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കാറ്. ഇങ്ങനത്തെ ഒരു സന്ദർഭം ഓഫീസിൽ പണ്ടെങ്കിൽ ഓഫീസിൽ പോയിട്ട് ഇരിക്കാറ്, മീണ്ട പണിയാക്കണമെങ്കിൽ മീണ്ട പണിയത്തിൽ ഇരിക്കാറ്, അതേപോലെ ഡ്രൈവർമാർ അങ്ങനെ സ്വത്തിലിരിക്കാറ്. ഓരോരുത്തരും അവന്റെ സ്വത്തിൽ ഇങ്ങനെ ഇക്കുമ്പത്തുകയായിട്ടിക്കര് സഡന്നായിട്ട് ഈ കാണ്ട സൂര്യ കത്തി കത്തി തീരണം കൊണ്ടു ചെന്നിട്ടായിട്ട് സഡന്നായി സൂര്യത്തെ ലൈറ്റ് ഓഫ് ആവാൻ കൊണ്ടു ചെന്നിട്ടായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചെന്നു. ഈ കാണ്ട സൂര്യങ്ങ അണ്ടി അതിന്റെ വെളിച്ചം ടോട്ടലി ഓഫ് ആയിട്ട് പോകും. ടോട്ടലി ഓഫ് ആയിട്ട് പോകും ചെന്നിട്ടായിട്ടിക്കര് ഈ സൂര്യങ്ങ ടോട്ടലി നാശായി പോകും ചെന്നിട്ടായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചെന്നു. ഇത് പടച്ചിറപ്പ് ചെന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ശാസ്ത്ര പോലും ഈ വിഷയത്തെ അംഗീകരിക്കരുത്. ശാസ്ത്ര ചൊല്ലു സൂര്യ കത്തിട്ടൊടുക്ക തീരണം കൊണ്ടു ചെന്നിട്ടായിട്ട് സൂര്യത്തെ മരണവും ഭൂമിയുടെ മരണ ചൊല്ലത് ഇവിടെ സംഭവിക്കരുത് ചെന്നിട്ടായിട്ട് ഇന്ത്യപ്പ ശാസ്ത്ര പോലും ഈ വിഷയം ചെന്നുകൊണ്ടുണ്ട്. ഒരു കാലത്തിൽ ഇതിരെ ആൽമാർ ഇങ്ങനത്തെ ഒന്നും സംഭവിക്കണമെന്നില്ല ചെന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ ഇതിരെ ശാസ്ത്ര അംഗീകരിച്ചിട്ട് ഇങ്ങനത്തെ ഒന്നും നടക്കരുത് ചെന്നിട്ടു യാഥാർത്ഥ്യ ചെന്നിട്ടു ഇതെന്തും ലാട്ട്പൊട്ടെന്തോ അല്ല, ഇത് നടക്കണമെന്നില്ല ചെന്നിട്ടായിട്ട് ശാസ്ത്രയുടെ പടിപാട്ടി ഉണ്ടായെങ്കിൽ ഇങ്ങനൊക്കെ ഒരു റീസെന്റ് ആയിട്ട് ഡെത്തായ ഏറ്റവും വലിയ ഹൈ ക്ലാസ് ബ്രില്യന്റ് ചെന്നിട്ടുണ്ടെങ്കിൽ ചെല്ല സ്റ്റീഫൻ ഹോക്കിങ്സുടെ ഒരാള് ഭയങ്കര വലിയ ബ്രില്യന്റ് ആയിട്ടിരിക്കണോ. അവന്റെ എവിടത്തോളം ചെന്ന ലാസ്റ്റ് ഡെത്ത് ടൈം പോലും അവന്റെ ഫിംഗർ കയറ്റിക്കര് മിഷൻ സെറ്റാക്കിയിട്ട് എന്തെല്ലാം അതേപോലെ ഫിംഗർക്കും ബ്രെയിനുക്കും ഇങ്ങനെ മിഷൻ സെറ്റാക്കിയിട്ട് എന്തെല്ലാം കണ്ടുപിടിക്കാ ചെന്നിട്ടു ലാസ്റ്റ് ആ ടൈമിൽ പോലും വീൽ ചെയർ നിന്നിട്ട് പോലും അവന്റെ ഗവേഷണത്തെ കമ്പ്യൂട്ടറിൽ എടുത്തോണ്ടിരുന്നാറ്. അങ്ങനെ ഈ സ്റ്റീഫൻ ഹോക്കിങ്സുടെ ഈ ഒരു ഹൈ ക്ലാസ് ബ്രില്യന്റ് ഓണോ ഇയല് തന്റെ ദ ലാസ്റ്റ് ഡെത്ത് ചൊല്ലെ പുസ്തകത്തിൽ ഈ വിഷയം ലഭിക്കരുത്. എന്തിനെ ചൊന്നെങ്കിൽ ഈ പ്രപഞ്ചം ഒരു നാള് നാശാവാൻ കൊണ്ടു, ഈ പ്രപഞ്ചത്ത് ഒരു നാൾ അവസാനമുണ്ട്. മാത്രല്ല ഈ കാണേണ്ട സൂര്യന ഇതൊരു നാൾ കത്തിക്കത്തിട്ട് തീരണം കൊണ്ടു ചെന്നിട്ടായിട്ട് റീസെന്റ് ആയിട്ട് ഡെത്തായ സ്റ്റീഫൻ ഹോക്കിങ്സുടെ ഒരു മനുഷ്യ പോലും ഒരു സയന്റിസ്റ്റ് പോലും ചെന്നിട്ട് പോയിട്ട് അപ്പ ഇത് യാഥാർത്ഥ്യമായ ഒരു വിഷയമായിട്ടിക്കരുത്. ഇതെന്തും ലാട്ടപ്പെട്ടെന്തോ അല്ല, ശാസ്ത്ര പോലും അംഗീകരിച്ച ഒരു വിഷയമായിട്ടിക്കരുത്. ഈ സൂര്യൻ എങ്ങനെ കത്തി കത്തി തീരണം കൊണ്ടു. അത് മാത്രല്ല ഈ സൂര്യൻ ഇങ്ങനെ കത്തി കത്തിട്ട് തീരുമ്പത്തുക ടോട്ടലി ആ ടൈമോ ഇവിടെ ലോകമേ ചിഹ്നമായിട്ടിക്കരുത്. ആൽമാർ ഇങ്ങനെ വെപ്രാളത്തിലായിട്ടിക്കര് എന്തൊരു വിഷയന്തര് ആൽമാർ ഇങ്ങനെ വെപ്രാളത്തിലേക്കുവാറ് ചെന്നിട്ടായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി. എന്നിട്ട് മാത്രമല്ല അങ്ങനെ അപ്പുറം ഓടുവാർ ആൽമാർ ഓടുവാർ നിങ്ങൾക്ക് എവിടെ ദിക്കു പാലാവത്തെ ദിക്കു കിട്ടാത്ത ഒരു അവസ്ഥയായിട്ട് രണ്ടത്തെ കാലം. എന്നിട്ട് മാത്രമല്ല വൈദൻ നുജൂമുൻ കദറത് ഖുർആൻ ചൊന്തു ആ ടൈമില ഈ കാണ്ടെ സ്റ്റാറിങ്ങ നക്ഷത്രങ്ങ ഇതെല്ലാം കീഴ്പോലാണ് കൊണ്ടു ചെന്നിട്ടായിട്ട് ഈ കാണ്ടെ സ്റ്റാറിങ്ങെല്ലാം കീഴ്പോലാണ് കൊണ്ടു ചെന്നിട്ട് ഖുർആൻ ചൊന്തു. എന്നിട്ട് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാളിലെ വിഷയ സ്വഹാബത്തിനെ ചൊല്ലുമ്പോഴത്തേക്കു അപ്പ സ്വഹാബത്തിനെ ഖിയാമത്ത് നാളിലെ വിഷയം നോക്കുമ്പോഴത്തേക്കു അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിട്ട് സ്വഹാബത്ത് കേട്ടാറ് ഖുർആൻ ചൊല്ലുന്നു നബിയെ തങ്ങളിട്ട് ആ ടൈമിലങ്ങ ഗുഡ്ഡയുടെ വിഷയം കേൾക്കുവാറ്. ഇത്ര വലിയ ഗുഡ്ഡങ്ങളില്ലേ ആ ഗുഡ്ഡങ്ങ ഈ ഭൂമി കാരണം ഖിയാമത്തിനാല് ഒരടയാൾ പിന്നൊന്നായിട്ട് കിരന്തരെ ഭൂമി ഇങ്ങനെ പിറക്കണക്ക് തുടങ്ങും ചെന്നിട്ടായിട്ട് ഭൂമി ഇങ്ങനെ പിറന്നിട്ട് ഭൂമിയുടെ അടിയിലുള്ളതെല്ലാം നേരിടൂ ചെന്നിട്ടായിട്ട് ഖുർആൻ ചൊല്ലി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയുടെ ഒരു ആണിയായിട്ട് ഭൂമിക്കുള്ളൊരു ആണിയായിട്ട് ഗുഡ്ഡങ്ങ ചൊല്ലത് മൗണ്ടുങ്ങ ഈ ഗുഡ്ഡങ്ങെല്ലാം ഭൂമിക്കുള്ള ഒരു ആണിയായിട്ട് ഈ ആണിയെ ലെവൽ തപ്പണ് കൊണ്ടു ചെന്നിട്ടായിട്ട് അങ്ങനെ ഗുഡ്ഡയുടെ വിഷയ നബിയെ ഖിയാമത്തിനാലാമത് ഈ ഗുഡ്ഡ എന്തിനാവും ചെന്നിട്ട് ആൾമാർ കേൾക്കുവാറ്. അപ്പ നബിയെ റബ്ബി നസ്ഫ ആ ഗുഡ്ഡങ്ങ അതിരെ ടോട്ടലി എണിച്ചിട്ട് ദൂല് പോലെ ഇങ്ങനെ പാറണ് കൊണ്ടു ചെന്നിട്ടായിട്ട്
ಪರಿಶುದ್ಧ ഖുർആൻ കേട്ടാൽ മറട്ടുക സൊല്ലറു ചൊന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പടച്ചറപ്പ് ചൊന്ന ഈ കാണ്ട എത്ര വലിയ ഗുഡ്ഡം കൊണ്ട ഇതെല്ലാം ദൂലുനായിട്ട് പാറൻ കൊണ്ട് ചൊന്നിട്ടായിട്ട് ഖിയാമത്ത് നാളാകുമ്പോഴത്തേക്ക് ഈ കാണ്ട ഗുഡ്ഡം കണ്ടു ഇക്കല സൂറത്ത് ത്വാഹ ആയത്ത് നമ്പർ 107 അല്ലാഹു ചൊല്ല ലാ തറാ ഫീഹാ ഇവജം വലാ അംത ഖിയാമത്ത് നാളാവുടെ ടൈം ആകുമ്പോഴത്തേക്ക് ഈ ഗുഡ്ഡങ്ങ ടോട്ടലി പാരിപ്പാരിട്ട് ഇങ്ങനെ അതിലെ കാല് ദൂല് മാത്രമായിട്ട് കാണൂ ആ ടൈമുല ഉಬ್ಬു തഗ്ഗൊന്നും കാണല എല്ലാം ടോട്ടലി ഒരേ ലെവലായിട്ട് ചൊന്നിട്ടായിട്ട് ഖുർആൻ ചൊല്ലു ലാ തറാ ഫീഹാ ഇവജൻ വലാ അംത ആ ടൈമുല നിക്ക് ഒരു എത്ര തഗ്ഗൊന്നും കാണണ്ടിരിക്കല ഊട് നിന്നിട്ട് ഈ മദൻ നഗരത്തിൽ നിന്നിട്ട് ഒരു നോട്ട് തന്നെ ഇങ്ങനെ നോക്കേണ്ടെങ്കില ഒരു അകോയിക്കല എന്തു ഇക്കല ഒരു ലെവേലായ ഒരു ജാഗയായിട്ട് ഞങ്ങൾ കാണ്ടി ഒരു ലെവേൽ ഭൂമിയുടെ ഞങ്ങ നോക്കേണ്ടെങ്കിൽ എത്ര യുദ്ധത്തെ ഞങ്ങൾ നോക്കണതാവും അതേപോലെ കാണു ചെന്നിട്ടായിട്ട് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹല് ആയത്ത് നമ്പർ 107 അല്ലാഹുവിന്റെ വെളിപ്പാട്ട് യൗമ തർജുഫുൽ അർളു വൽ ജിബാലു വകാനത്തിൽ ജിബാലു കതീബൻ മഹീല സൂറത്ത് മുസമ്മിൽ ആയത്ത് നമ്പർ 14 ഈ സൂറത്തിലും അല്ലാഹു ചൊല്ല് ഭൂമി ഇങ്ങനെ ബരക്കുന്നത് തുടങ്ങിയിട്ട് മാത്രമല്ല ഗുഡ്ഡങ്ങളെല്ലാം അതെല്ലാം ദൂലുനായിട്ട് ഇങ്ങനെ പാറന്നു കൊണ്ടുവന്നിട്ടായിട്ട് പരിശുദ്ധ ഖുർആൻ ഒരു ജാഗയിലല്ല ചൊമ്മ ജാഗയിലായിട്ട് വെളിപ്പാട്ട് ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് നാളെ ചൊല്ല് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആന്റെ ധാരാളം സന്ദേശം പഠിക്കണു അത് ജീവിതത്തിൽ വലിയൊരു പാഠമായിട്ട് ഉൾക്കൊള്ളണു അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തരണം റഹ്മാനെ ഈ പരിശുദ്ധ ഖുർആന്റെ ഇത്രയും ചർച്ചകളെ മജ്ലിസിൽ വെച്ച് ഖുർആനിലെയും പടച്ചറപ്പിനെ ഹായിബാക്കണ്ട റഹ്മാനെ എല്ലാവർക്കും നാളെ ആഖിറത്തിൽ ഖുർആൻ ശിഫാറസാക്കുമ്പോഴത്തേക്കും ഞങ്ങൾ നിന്റെ ഖുർആൻ പഠിച്ചാൽ മാറുന്നു ഈ ഖുർആൻ ഞങ്ങൾക്ക് ഗുണമായിട്ട് സാക്ഷനിക്കുന്ന കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടൊരു ഗ്രന്ഥ ഞങ്ങളെ ഖുർആൻ നിങ്ങളെ ആക്കി തീർക്കണം റഹ്മാനെ ആമീൻ.